സുഗന്ധഗിരി മരമുറിയിൽ വയനാട് ഡിഎഫ്ഒയ്ക്കെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പിന്റെ ശുപാർശ. റേഞ്ച് ഓഫീസർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ ശുപാർശ നൽകി. കേസെടുത്തതിനു ശേഷം ഫീൽഡ് പരിശോധന നടത്തി യഥാസമയം നടപടി സ്വീകരിക്കാത്തതാണ് കാരണം. നടപടി സ്വീകരിക്കാൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മരമുറിയിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, മറ്റു വിവരങ്ങൾ കൂടി. DFO സജ്ജന അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പം നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. അതായത് DFO സജ്ജന, അതേപോലെ തന്നെ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ അടക്കമുള്ളവർക്ക് ഇത്തരത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം വ്യാപകമായി നടന്നിരുന്നു. വയനാട് ജില്ലയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താതെയാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. അതായത് ഫോറസ്റ്റ് സംഘം, അതായത് വിജിലൻസ് സംഘമാണ് ഇവിടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും. ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയെടുക്കുവാൻ വേണ്ടി വനം വകുപ്പ് തന്നെ ശുപാർശ ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇത്തരത്തിൽ എടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നത് സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. റേഞ്ച് ഓഫീസർ അടക്കം അല്ലെങ്കിൽ DFO അടക്കം വാച്ചർമാർ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് താഴേക്കടയുള്ള ഉദ്യോഗസ്ഥരടക്കം ഏറ്റവും മുകളിലുള്ള ജില്ലയുടെ ഏറ്റവും മുകളിലുള്ള DFO അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഈ മരമുറി നടത്തിയ സമീപത്തുള്ള ആളുകളടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ വാച്ചർമാരടക്കം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടായിരുന്നു. ഈ മരം മുറിച്ചപ്പോൾ അത്തരത്തിൽ ആ മരം മുറിക്കുന്നതിന് അവർ മൗന അനുവാദം നൽകി എന്നുള്ള ആരോപണങ്ങളടക്കം നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതുപ്രകാരം പിന്നീട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടന്നിരുന്നത്. പിന്നീട് വാച്ചർമാരെ അടക്കം സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ അടക്കം അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് DFOയ്ക്കെതിരെ അടക്കം നടപടി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ തന്നെ DFOയ്ക്കെതിരെ വിരൽ ചൂടുന്ന നിരവധി സാഹചര്യങ്ങൾ ജനങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വിജിലൻസ് ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ശരി.